ഈ പുഴയും കടന്ന് അടുത്ത ആഴ്ചത്തെ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കാവേരി യമുനയും കൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് പരാതി കൊടുക്കാൻ. വിശാലിനെതിരെ യമുന പരാതി കൊടുക്കാനാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ SIക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന്. അങ്ങനെ ജയപാലിനെ വിളിച്ചു പറഞ്ഞ് ജയപാലിയും വിശാലും കൂടെ വരികയാണ്. അപ്പം കാവേരിയെ കണ്ട് ജയപാലൊന്നും ഞെട്ടുന്നുണ്ട്. അപ്പോൾ SI കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യമുന വിശാലിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടായാൽ വിശാൽ അകത്താവും എന്നുള്ള കാര്യം ജയപാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് വിനീതുമായിട്ടുള്ള കേസ് പിൻവലിക്കുന്ന കാര്യമാണ് SI പറയുന്നത്. അപ്പം ജയപാലാണെങ്കിൽ കാവേരിയുടെ മുന്നിൽ തോറ്റു പോകുന്ന പോലെ, എന്നാലും അവസാനം ഗത്യന്തരമില്ലാതെ വിനീതിനെ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ജയപാലിന് ദേഷ്യം കൂടിയാണ് ചെയ്യുന്നത് വിശാലിന്. കാരണം അല്ലെങ്കിൽ വിശാൽ അകത്താവുമെന്ന് ജയപാലിനറിയാം. അതുകൊണ്ട് അവസാനം കാവേരിയുടെ മുന്നിൽ മുട്ടുമടക്കുകയാണ് ജയപാൽ. അതിനുശേഷം കാണിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് രാഗിണി വരികയാണ്. കാര്യങ്ങളെല്ലാം ജയപാല വിളിച്ചറിയിച്ച് അങ്ങനെയാണ് രാഗിണി വരുന്നത്. വന്നതിന് ശേഷം കാവേരിയായിട്ട് ഉടക്കുന്നുണ്ട്. വഴി വെച്ച് കാവേരിയുടെ സ്കൂട്ടി തട്ടിയിടുന്നുണ്ട്. അപ്പം കാവേരി വീഴിയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഒരു കൈ സഹായം വേണമെന്ന് രാഗിണി ഇറങ്ങി വന്ന് ഭയങ്കര ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറയുന്നുണ്ട്. ഞാൻ നിന്നെ ദേഹത്ത് തൊട്ടില്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് നീ വീണു പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ കാവേരിയാണെങ്കിൽ രാഗിണിയുടെ കരണത്ത് നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ അടിയിലൂടെ രാഗിണി താഴെ വീഴുന്നുണ്ട്. അപ്പം ഉടനെ കാവേരി ചോദിക്കുന്നുണ്ട്, ജയപാലിൻ്റെ മകൾക്ക് ഈ അരവിന്ദിൻ്റെ മകൾ കാവേരിയുടെ കൈസഹായം വല്ലതും വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാഗിണിയുടെയും അതിനുശേഷം വീട്ടിലേക്ക് വന്ന രാഗിണിയുടെയും നിവിൻ്റെയും വിവാഹത്തെ കാര്യം സംസാരിക്കാൻ എല്ലാവരും. അപ്പം നിവിൻ്റെ അച്ഛനും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് വിവാഹത്തെക്കുറിച്ച് പറയണം. അപ്പം രാഗിണി ചോദിക്കുന്നുണ്ട് ആരാ ചെറുക്കൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നിവിനുമായിട്ടുള്ള വിവാഹമൊക്കെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ രാഗിണിയും കാവേരിയും തമ്മിൽ പുതിയ യുദ്ധം തുടങ്ങുകയാണ്. ഇതൊക്കെയാണ് പ്രമോ വിശേഷം.